അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ സുജാത മേഡം പരിചയപ്പെടുത്തിയില്ലേ, രേവതി മേഡം. ആ രേവതി മേഡത്തിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലാണ്. രേവതി മേഡമാണ് നമുക്ക് KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്ററിൻ്റെ ഓരോ സെക്ഷനും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആ മേഡത്തിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലെത്തി. രേവതി മേഡമാണ് KSFE ഡിജിറ്റൽ ബിസിനസ് സെൻറ്ററിലെ ചീഫ് മാനേജറാണ്. അപ്പോൾ നമുക്ക് മേഡത്തിൻ്റെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അപ്പോൾ ഞാൻ മേഡത്തിന് നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ട്രിവാൻഡ്രത്ത് നമ്മുടെ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഫ്രണ്ടിലായിട്ടുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ 6th ഫ്ലോറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2018 മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ നമ്മുടെ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്സിൻ്റെ സേവനത്തിലാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. മെയിനായിട്ടും നമുക്ക് 2 സെക്ഷനാണുള്ളത്. സർവീസ് സെക്ഷനും സെയിൽസ് ടീമുമായിട്ട് 32 പേരടങ്ങുന്ന ഒരു CRM എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ സെയിൽസ് ടീമായിട്ടും സർവീസ് ടീമായിട്ടുമാണ് 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പുതിയ ചിട്ടികൾ ചേരുന്നവർ സെയിൽസ് ടീമിനും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് ഏറെക്കുറെ തന്നെ ആൾക്കാരുടെ എൻക്വയറികളെല്ലാം പരിഹരിക്കപ്പെടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ആൾക്കാരുടെ എല്ലാം സംശയങ്ങളും അവരുടെ എല്ലാം ഹെൽപ്പും ഓപ്ഷനിൽ വരുന്ന സംശയങ്ങളും പേയ്മെൻറ്റിൽ വരുന്ന സംശയങ്ങളും ചിട്ടി ചേരുമ്പോൾ ഉന്നയിക്കുന്ന സംശയങ്ങളും എല്ലാം അതാത് സമയം തന്നെ പരിഹരിക്കപ്പെടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മാഡം നമുക്ക് ഇനിയിപ്പോൾ KSFE പ്രവാസി ചിട്ടിയുടെ ഈ ഓഫീസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? മേഡമാണ് നമുക്ക് ഓരോ സെക്ഷനുകളായിട്ട് പരിചയപ്പെടും. അപ്പോൾ മാഡം നമ്മൾ ഫസ്റ്റ് CRM സെൻറ്റർ നമുക്ക് നോക്കാം. നമ്മുടെ CRMൻ്റെ പ്രവർത്തന രീതി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് പറയാമോ? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ CRM 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CRM ആണ്. അതിൽ നമ്മുടെ 2 അസിസ്റ്റന്റ് മാനേജേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബീന, ഇത് CG, 2 അസിസ്റ്റന്റ് മാനേജേഴ്സാണ് ഇത് CRMൻ്റെ സർവീസ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീനയോട് ചോദിക്കാം. എൻ്റെ സെക്ഷനിൽ ഞാൻ ചെയ്യുന്നത് ചിട്ടി പിടിച്ചിട്ട് സെക്യൂരിറ്റി കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് പ്രൈസ് മണി റിലീസ് ചെയ്യുന്നതിനുള്ള ഹെൽപ്പാണ്. അതായത് ബ്രാഞ്ചുകളിൽ അവർ സെക്യൂരിറ്റി സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനകത്തുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രാഞ്ചിൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് കറക്റ്റ് ടൈമിൽ അത് പ്രോസസ്സ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, ബ്രാഞ്ചിന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അഡീഷണൽ വേണമെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമർ ബ്രാഞ്ചുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഇത് CG സർവീസ് സെക്ഷനിലെ അസിസ്റ്റന്റ് മാനേജറാണ്. പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങളും ആദ്യം വരുന്നത് സർവീസ് സെൻറ്ററിലാണ്. ഈ 24/7 വർക്ക് ചെയ്യുന്ന ഈ സർവീസ് സെക്ഷൻ പ്രവാസി ചിട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. കസ്റ്റമറുടെ എല്ലാവിധ പരാതികളും ഇവിടെ നമ്മൾ മാക്സിമം വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിട്ടിയുമായുള്ള എൻക്വയറികൾ സെയിൽസ് സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും മറ്റു തരത്തിലുള്ള എല്ലാവിധ സംശയങ്ങളും ബന്ധപ്പെട്ട സെക്ഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അതിനനുസരിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് വിഷ്ണു, ഇത് CRM എക്സിക്യൂട്ടീവ്സിൻ്റെ ടീം ലീഡറാണ്. നമുക്ക് വിഷ്ണുവിനോട് സംസാരിക്കാം. നമസ്കാരം. നമ്മുടെ പ്രവാസി ചിട്ടിയുടെ CRMൻ്റെ ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ CRM എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി 24 hours വർക്കിംഗ് ആണ്. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ചിട്ടി സംബന്ധമായിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും വേണ്ടിയിട്ട് 24 hours സർവീസും അതുപോലെ തന്നെ സെയിൽസ് ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു ടീമിനെയാണ് നമ്മളിവിടെ CRMൻ്റെ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടീം ലീഡറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് വരുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2018 മുതൽ ഇവിടെ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു നല്ലൊരു ടീമിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പ്രവാസി ചിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു സർവീസിൻ്റെ സൈഡിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്ത് തരം സർവീസാണ് ചിട്ടിയുടെ സംബന്ധിച്ചിട്ടുള്ള എന്ത് തരം സർവീസാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ടീമിന് തന്നെയാണ് ഇപ്പം പ്രവാസി ചിട്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ സന്തോഷം അറിയിക്കുന്നു.
സെയിൽസിൻ്റെ എൻക്വയറി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ശാലിനിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ശാലിനി, ഇത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് സെയിൽസ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രൈമറി കോൺടാക്റ്റ് ആണ് ഈ CRM എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും കോൾസ്, പിന്നെ ചാറ്റ്, പിന്നെ വെബ് കോള്, പിന്നെ വെബ് ചാറ്റ്, ഈ 4 വേസിലൂടെയാണ് കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പോൾ ആ ചാറ്റ് ബോട്ടിൽ പ്രൈമറി ആയിട്ട് തന്നെ ചോദിക്കും സെയിൽസ് എൻക്വയറി ആണോ അതോ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ സർവീസ് എൻക്വയറി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ ചിട്ടിയുടെ എൻക്വയറി ആണെങ്കിൽ നമ്മൾ സെയിൽസ് സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. അതല്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ക്വയറി ആണെങ്കിൽ നമ്മളത് സർവീസ് സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് നമ്മൾ അവർക്ക് 24/7 സപ്പോർട്ടാണ് സർവീസ് ടീം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചാറ്റ് വഴിയും അവരുടെ ചാറ്റിനുള്ള റിപ്ലൈ ആയിട്ടും പിന്നെ അവരുടെ കോൾസിനുള്ള റിപ്ലൈയും കസ്റ്റമർ എക്സിക്യൂട്ടീവ്സ് കൊടുക്കും. ഇത് കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ അവരൊരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്യും. ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ സെക്ഷനിലേക്കും അത് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് മെയിൽ ത്രൂ നമ്മൾ റിപ്ലൈ കൊടുക്കും. ഇതാണ് ഇവിടെ സർവീസ് സെക്ഷനിൽ നടക്കുന്നത്. അക്കൗണ്ട് സെക്ഷനാണ്, നമുക്കൊന്ന് കാണാം. നമുക്കടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷനിലോട്ട് കിടക്കാം. ചിട്ടിപ്പണം കൈപ്പറ്റുന്ന ഒരു സെക്ഷനാണ്. അവിടെ പല സെക്ഷനിലായിട്ടാണ് പലരും ജോലി ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ രേവതി മേഡം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ KSFEയുടെ പ്രവാസി ചിട്ടിയുടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സെക്ഷൻ അല്ലേ രേവതി മേഡം? ഒരു ദിവസം എത്ര സെലീന എത്ര പ്രൈസ് മണി FD ആക്കുന്നുണ്ട്? 100 കൂടുതലല്ലേ? പ്രൈസ് മണി പ്രോപ്പർട്ടി സെക്യൂരിറ്റി വെച്ച് ചെയ്യുന്നതാണ് നമ്മുടെ രാധിക, പിന്നെ ശാരിക, ഗോകുല. അപ്പോൾ അവരോട് ചോദിക്കാം ഒരു ദിവസം എത്ര പേയ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോകുല, നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾഡാണ് വരുന്നത്. പിന്നെ FD ഇട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഇൻഷുറൻസ് പോലുള്ള സെക്യൂരിറ്റി വരുന്നുണ്ട്, പ്രോപ്പർട്ടിയും അധികം ഒരുപാട് വരുന്നുണ്ട് ബ്രാഞ്ചസിൽ നിന്ന്. അപ്പോൾ ഏകദേശം ഒരു 50 അടുപ്പിച്ച് പേയ്മെൻറ്റ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു ദിവസം തന്നെ ചിട്ടി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം സെക്യൂരിറ്റി പേയ്മെൻറ്റ് ഫുൾ FD ആയി പോകുന്നത് അതും ഏകദേശം ഒരു 40. അപ്പോൾ ഒരു ഉദ്ദേശം 100 അല്ലേ ആവറേജ് 100 പേയ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഏകദേശം 90ഓളം ഓപ്ഷൻസും നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 90ഓളം ഓപ്ഷൻസ് നടക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ KSFE പ്രവാസി ചിട്ടികളിൽ പലരും പറയുന്ന പോലെ ഒന്നല്ല. ഒരു ഉദ്ദേശം 90 ഓപ്ഷൻ ഡെയിലി നടക്കുകയും ഓൾമോസ്റ്റ് ഒരു 100 പേയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന, അതും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് KSFE പ്രവാസി ചിട്ടിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഓഫീസിലാണ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കാണാൻ പോകുന്നത് പ്രൈസ് മണി ഫോളോ അപ്പ് സെക്ഷനാണ്. അതായത് നമ്മൾ ഓപ്ഷൻ ലേലത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയ വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ ജോലി തിരക്കുകൾക്കിടയിലും പലരും അറിയാറില്ല. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലൂടെയാണ് നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് എല്ലാവരെയും വിളിക്കാറുണ്ട്. കുറച്ച് പേര് നമ്മൾ കൃത്യമായിട്ട് അവർ അടുത്ത ദിവസം തന്നെ അവരെന്താണ് സെക്യൂരിറ്റി കൊടുക്കുന്നതെന്ന് അവർ അറിയിക്കാറുണ്ട്. അറിയിക്കാത്തവരെ നമ്മൾ വീണ്ടും വിളിക്കും. അതിനുള്ള സെക്ഷനിലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് KSFE പ്രവാസി ചിട്ടിയിൽ. അപ്പോൾ നമുക്ക് ആ സെക്ഷനും നമുക്കൊന്ന് കാണാൻ വരും. പ്രൈസ് മണി കിട്ടിയതിന് ശേഷം ഉള്ള പ്രൊസീജിയർ ഒന്ന് വിശദീകരിക്കാമോ? പ്രൈസ് നമുക്ക് ചിട്ടി കിട്ടിയതിന് ശേഷം നമുക്ക് മെയിൽ വഴിയും അതുപോലെ നമ്മുടെ വാട്സപ്പ് വഴിയും ആൾക്കാർക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് സന്ദേശങ്ങൾ പോകാറുണ്ട്. അതുമാത്രമല്ല നമ്മൾ അവരെ ഫോൺ മുഖാന്തരവും ബന്ധപ്പെടാറുണ്ട്. ഫോൺ മുഖാന്തരം ബന്ധപ്പെടുകയും അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള സെക്യൂരിറ്റൈസേഷനും ബ്രാഞ്ചുമായിട്ടുള്ള ഡീറ്റെയിൽസും ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ 15 ദിവസത്തിന് ശേഷം അവരെ വീണ്ടും ഒന്നുകൂടെ കോൺടാക്റ്റ് ചെയ്യും. വാട്സപ്പ്, ഇമെയിൽ, അതുപോലെ ഫോൺ മുഖാന്തരം അവരെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 1 മാസം ഇപ്പോൾ കഴിയുമ്പോൾ, അതായത് ചിട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് 1 മാസം ആണ് നമ്മുടെ ചിട്ടി പ്രൈസ് മണി ഡ്യൂ ആവുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടും യാതൊരു റെസ്പോൺസും ഇല്ലെങ്കിൽ അവരെ വീണ്ടും നമ്മൾ ബ്രാഞ്ച് മുഖാന്തരം അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും അവരെ കോൺടാക്ട് ചെയ്ത് അവരെ ഈ ഒരു പ്രൈസ് മണി അവരുടെയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നടക്കുന്നത്.
അപ്പോൾ മാഡം നമ്മൾ അടുത്ത സെക്ഷൻ ഏതാണ്? നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ പരസ്യങ്ങൾ പോകുന്നതും അതുവഴി നമുക്ക് അഡ്വർടൈസ്മെൻറ്റും പോസ്റ്റേഴ്സും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുവഴി നമുക്ക് ലീഡ് കിട്ടാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, ഇൻട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് അവർ ലീഡായിട്ട് വരാറുണ്ട്. ആ ലീഡാണ് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അത് അതിൻ്റെ വിശദാംശങ്ങൾ ഷമീർ പറയും. അതായത് KSFE പ്രവാസി ചിട്ടിയുടെ ശരിക്കും ലീഡ്സിലൂടെ കൺവേർഷൻ. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും ഓരോന്നും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷൻസ് ആണ്. നമുക്ക് ഷമീർ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതെ, ഇത് പൂർണ്ണമായും നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് ഈ ലീഡ് കളക്ട് ചെയ്യുന്നത്. അത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പ്രവാസി ചിട്ടിക്ക് അക്കൗണ്ടുണ്ട്. അത് വളരെ ആക്റ്റീവ് പ്രസൻസ് ആണ്. ഇങ്ങനെ കിട്ടുന്ന ലീഡുകളെ നമ്മൾ കസ്റ്റമേഴ്സിനോട്, അല്ലാതെ ഡയറക്റ്റ് വരുന്ന ലീഡ്സും ഉണ്ട്, അവരെ കസ്റ്റമേഴ്സിനോട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് പറഞ്ഞു കൊടുത്ത് അവർ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ പോർട്ടൽ വഴിയോ അവർ രജിസ്റ്റർ ചെയ്ത് അവർക്ക് മതിയായ KYC രേഖകൾ അവരിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം KYC അപ്രൂവ്ഡ് ആക്കിയിട്ട് നമ്മുടെ സെയിൽസ് ടീമിന് കൈമാറും. ആ ഒരു പ്രോസസ്സാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. മാഡം നമുക്ക് അടുത്ത സെക്ഷൻ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സെക്ഷൻ ഡിഫോൾട്ട് സെക്ഷനാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ സീനിയർ മാനേജർ ഷീബ പറയും. ഡിഫോൾട്ട് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാം. എല്ലാവരും കൃത്യമായി അടയ്ക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അവർ ഇതിൽ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ ചേർന്ന ചിട്ടികളിൽ കൃത്യമായിട്ട് അടച്ചാലേ ഡിവിഡൻഡ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചേരുന്ന ചിട്ടി നഷ്ടത്തിലാവുകയും ചെയ്യും. ഇനി നാട്ടിൽ വന്നാലും ഒരു ചിട്ടിയിൽ ചേർന്നിട്ട് ജോലി നഷ്ടപ്പെട്ടാലും നാട്ടിൽ വന്നാൽ ഇവർക്ക് ആ ചിട്ടി കണ്ടിന്യൂ ചെയ്ത് അടഞ്ഞു പോകാനും പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചിട്ടികളൊക്കെ ആണെങ്കിൽ പറ്റും. വലിയ ചിട്ടിയിലൊക്കെ ആണെങ്കിൽ ഡിവിഡൻഡ് നഷ്ടമായാൽ ചിട്ടി വളരെ ലോസിലേക്ക് പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് നോൺ പ്രൈസ്ഡ് ചിട്ടിയാണ് ഇങ്ങനെ ഡിഫോൾട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSFE പ്രവാസി ചിട്ടിയിൽ അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? നമുക്ക് നോൺ പ്രൈസ് ചിട്ടി ഡിഫോൾട്ട് വരുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ജോലി സംബന്ധമായതായിരിക്കും, വേറൊരു ഫിനാൻഷ്യൽ പാറ്റേൺ അവർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെയും. അപ്പോൾ ചിട്ടി തുടർന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കസ്റ്റമറിൻ്റെ അഭിപ്രായം അവർക്ക് തുറന്നു പോകാൻ പറ്റില്ല എന്ന് നമ്മളെ അറിയിക്കുകയും നമ്മൾ ആ ചിട്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് വേറൊരു കസ്റ്റമർ ജോയിൻ ചെയ്ത് അവർ ഇതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട് ആ കസ്റ്റമറിന് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. KSFEയുടെ പ്രവാസി ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞ്, അതായത് നിങ്ങൾ ചിട്ടി വിളിച്ചു, ചിട്ടി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഒരു ചിട്ടിയുടെ കംപ്ലീഷൻ കഴിയുമ്പോഴുള്ള നിയമ നടപടികളെ കുറിച്ചിട്ടാണ് വിഷ്ണു സാറ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റും കൂടെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അതെനിക്ക് വളരെ അറിയുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ നമുക്ക് വിഷ്ണു സാറിന് ആ ഒരു കാര്യത്തിൻ്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് നമ്മുടെ KSFE തന്നെ ചിട്ടി പിടിച്ച ശേഷം അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കസ്റ്റമേഴ്സ് ഇടുന്നുണ്ട്. അതായത് ഈ എമൗണ്ട് ചിട്ടി തുക എടുക്കാത്ത കസ്റ്റമേഴ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവർക്ക് ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്നവരെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ചിട്ടി തുക നമ്മൾ മന്ത്ലി വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ പറ്റും. മിനിമം 1 വർഷം ഇടുന്ന കസ്റ്റമേഴ്സിന് മന്ത്ലി അക്കൗണ്ടിലേക്ക് വാങ്ങാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് അക്കൗണ്ടിലേക്ക് വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്ന കസ്റ്റമേഴ്സ് മന്ത്ലി വാങ്ങുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് TDS ആണ്. TDS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൽ നിന്നൊരു വരുമാനം മന്ത്ലി വാങ്ങുന്നുണ്ടെങ്കിൽ അവരതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏത് കസ്റ്റമറായാലും ടാക്സ് കൊടുക്കണം. അപ്പോൾ ഒരു ഏണിങ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രവാസികൾക്ക് അത് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവർ ഏണിങ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രവാസികൾക്ക് ടാക്സ് ഇല്ലല്ലോ എന്നുള്ള തോന്നലാണ് പല കസ്റ്റമേഴ്സിനും ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഏണിങ്സ് അവർ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ NRIs കസ്റ്റമേഴ്സ് NRI സ്റ്റാറ്റസിൽ അവർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ 31.2%, അതായത് 30% TDS, അതിൻ്റെ 4% സെസ്സും കൂടി 31.2% ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം കസ്റ്റമേഴ്സ് TDS ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ പ്രൊഫൈൽ വഴി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടാക്സ് പിടിക്കുന്ന എമൗണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാൻ പറ്റും. അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നെന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് ബാങ്ക്, അതുപോലെ വേറെ എന്തെങ്കിലും റെൻറ്റ്, അങ്ങനെയുള്ള യാതൊരു മേഖലയിൽ നിന്നും ടോട്ടലായിട്ട് 3 ലക്ഷത്തിന് മുകളിൽ ഈ കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ്
അല്ലെങ്കിൽ വരുമാനം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 3 ലക്ഷം രൂപയ്ക്കകത്തുള്ള തുക അവർക്ക് തിരിച്ചു കിട്ടും, പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ TDS ഡിക്ലറേഷൻ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, TDS ഡിക്ലറേഷൻ. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ TDS ഡിക്ലറേഷൻ ഇല്ലാതെ സബ്മിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് ലഭിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന എല്ലാ കസ്റ്റമേഴ്സും TDS ഡിക്ലറേഷൻ മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ വഴി ശ്രമിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും ശ്രദ്ധിക്കണം.